ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദീദിൽ. എനിക്ക് മുമ്പ് വന്നിട്ടുള്ള ഒരു ബൾക്ക് റിക്വസ്റ്റ് ആയിരുന്നു ഇത്. A6 സൈസിൽ വരുന്ന കുറച്ച് നോട്ട്ബുക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ട്രിമ്മർ എടുത്ത് ഞാൻ A4 പേപ്പറിന് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു ഹാഫിനെ ഫോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു ട്രിമ്മറാണ് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരുപാട് പേപ്പേഴ്സിനെ ഒരുമിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ട്രിമ്മർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാർപ്പ് ബ്ലേഡ് യൂസ് ചെയ്തിട്ടും പേപ്പേഴ്സ് കട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള A4 പേപ്പേഴ്സിനെ വീണ്ടും ഹാഫായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ബൈൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് DIY നോട്ട്ബുക്സിലൊക്കെ ചെയ്തിട്ടുള്ളതുപോലെ തന്നെ പേപ്പർ ക്ലിപ്സ് വെച്ചിട്ട് പേപ്പേഴ്സിനെ ഒന്ന് ഒതുക്കിയെടുക്കുകയാണ്. അതിനുശേഷം പേപ്പറിൻ്റെ സെൻറ്റർ പോർഷൻ എടുത്തിട്ട് മേലെയും താഴെയും നമ്മൾ പേപ്പർ ക്ലിപ്പ് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ബൈൻഡിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പേപ്പറും നീഡിൽ ടൈപ്പ് വരുന്ന എന്തെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് സെൻറ്ററിൽ ഇങ്ങനെ 2 ഹോൾസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഹോൾസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ 2 ഹോൾസിലും കൂടെ നമുക്ക് നീഡിൽ ആൻഡ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് ബൈൻഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിലൂടെയാണ് നമ്മൾ ബൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് ലോക്ക് വരുന്നത് ഉള്ളിൽ തന്നെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിലെത്തിയിരിക്കുന്ന ത്രെഡ് 2 സൈഡിൽ നിന്നും നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്തിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷം 2 ക്ലിപ്സും നമുക്ക് അൺലോക്ക് ചെയ്യാം. അതിനുശേഷം ബുക്ക് നല്ല രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സൈഡിൽ വീണ്ടും ക്ലിപ്സ് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സൈഡിലോട്ട് എക്സസ് ആയിട്ട് നിൽക്കുന്ന പേപ്പർ ഒരു നല്ല ഷാർപ്പ് ബ്ലേഡും അതുപോലെ തന്നെ ഒരു അയൺ സ്കെയിലും യൂസ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് ട്രിം ചെയ്ത് കൊടുക്കാം. ഹാഫ് ഓഫ് ദ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബുക്കിന് വേണ്ടിയിട്ടൊരു കവർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാറ്റേൺ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. പാറ്റേൺ പേപ്പറിൽ നമ്മൾ ബുക്കിൻ്റെ ലെങ്ത്ത് വെച്ചിട്ടാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ബുക്കും കവറും തമ്മിൽ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ത്രെഡ് പുറത്തേക്ക് കാണുന്ന ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കവറ് ബുക്കുമായിട്ട് അലൈൻ ചെയ്ത് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഗ്ലൂ പേപ്പറിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും വീണ്ടും നമുക്ക് പേപ്പർ ക്ലിപ്പ് വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എക്സസ് ആയി വന്നിട്ടുള്ള ബാക്ക് പോർഷനും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു 5 to 10 hours നമുക്കൊന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത്തരത്തിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള കുറച്ച് A6 നോട്ട്ബുക്സ് ആണിത്. ഇതൊരു ബൾക്ക് റിക്വസ്റ്റ് ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഒരു പാക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ കവർ കട്ട് ചെയ്ത് വന്നപ്പം കുറച്ചൊരു എക്സസ് ഷീറ്റ് ഉണ്ടായിരുന്നല്ലോ, അത് പിന്നീട് ഒരു ബുക്ക് മാർക്കായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബൾക്ക് റിക്വസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഒന്നിച്ചാണ് പാക്ക് ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ടല്ല. അതുപോലെ തന്നെ നമ്മുടെ ബുക്ക് മാർക്സിൻ്റെ കൂടെ നമ്മളൊരു ത്രെഡും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ കൺസിഡർ ഫോളോയിങ് ഓൺ Instagram. താങ്ക്സ് ഫോർ വാച്ചിങ്.